ഹായ് ഓൾ, ദിസ് ഈസ് മീ അനന്തകൃഷ്ണൻ. ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ എടുത്ത ട്രേഡ്സ് ആണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഗോൾഡിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബയാസ് പോസ്റ്റ് ചെയ്തു. ആ ഒരു സെറ്റപ്പിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യത എന്നുള്ള ഒരു കാര്യമാണ് ബയാസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം മാർക്കറ്റ് 2660 എന്ന് പറഞ്ഞൊരു സോണിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു കറക്ഷൻ, ഒരു ഫോള്, കണ്ടിന്യൂസ് ഫോൾ ആണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഇതൊരു പ്ലാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം ആ ഒരു സോണിൽ വന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ ബുള്ളിഷ് ആയിട്ടൊരു എൻട്രി നമ്മുടെ പ്ലാൻ അനുസരിച്ച് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഈ കാണുന്നത്. അത് ഏകദേശം ഒരു 1:2 നമുക്ക് 1:2 അല്ല 1:3 വരെ ആ ഒരു ട്രേഡിങ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയൊരു എൻട്രി ആണ്. ദെൻ പിന്നെ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എടുത്ത എൻട്രി. സോ അത് ഏകദേശം ആ ഒരു സോണിൽ നിന്ന് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഈ ഒരു ലെവൽ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബുക്ക് ചെയ്ത് ഇറങ്ങിയത്. അതിനുശേഷം GBP/USD ഒരു എൻട്രി എടുത്തു. അത് SL ആയിരുന്നു. ആക്ച്വലി ആ ഒരു ട്രേഡ് നമുക്ക് SL ആയിരുന്നു. ദെൻ സെയിം പൊസിഷനിൽ നിന്ന് നമ്മൾ GBP ഒരു ബൈ എൻട്രി നോക്കിയായിരുന്നു ആ ടൈമിൽ. ദെൻ അതും നമുക്ക് SL വന്നായിരുന്നു. പിന്നെ നോക്കിയത് XAUSD ഗോൾഡിൽ ഒരു ഷോർട്ട് എൻട്രി ആണ്. ആ ഒരു എൻട്രിയിൽ ഏകദേശം 1:2 ബുക്ക് ചെയ്തൊരു എൻട്രിയാണ്. ഇതാണ് എൻട്രി. അപ്പൊ ഞാൻ രാത്രിയാണ് ആ പൊസിഷൻ എടുത്തത്. അപ്പോൾ കുറെ നേരം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത സമയത്ത് കോസ്റ്റിലേക്ക് ഞാൻ സെല്ല് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം അതിനുശേഷം ഏകദേശം താഴത്തോട്ടേക്ക് നമുക്ക് 1:2 വരെ ആ ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് EUR/USD ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് 1:2 കിട്ടിയൊരു എൻട്രിയാണ് ഈ ഒരു ട്രേഡും. പിന്നെ ഗോൾഡിൽ ഒരു ലാസ്റ്റ് എൻട്രി നമ്മുടെ അടുത്ത് ഗോൾഡിലാണ്. അതും ഏകദേശം 1:3 കിട്ടിയൊരു ട്രേഡാണ്. അപ്പൊ അത്യാവശ്യം നല്ലൊരു വീക്കായിരുന്നു നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഗോൾഡിൽ നമ്മൾ ഏകദേശം 3 എൻട്രീസ് എടുത്തു. അതിനകത്ത് 3 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയ എൻട്രീസ് ആണ്. GBP/USD 2 SL, EUR/USD നമുക്ക് 1:2 കിട്ടിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. സോ ഇതാണ് ഈ വീക്കിലെ മൊത്തത്തിലുള്ള അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് എങ്ങനെയായിരിക്കും അടുത്ത ആഴ്ചയിൽ മാർക്കറ്റ് എന്നുള്ള ഒരു കാര്യം നോക്കാം. ഇപ്പൊ ഗോൾഡ് പാസ്റ്റ് 4 days ആയിട്ട് കാര്യമായ മൂവ്മെന്റ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ 5 ദിവസം മുമ്പ് മാർക്കറ്റ് നല്ലൊരു കറക്ഷൻ തന്നായിരുന്നു, താഴോട്ട് വന്നായിരുന്നു മാർക്കറ്റ്. അപ്പോ ഇതിന്റെ ഒരു മേജർ ട്രെൻഡ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ ബെയറിഷ് ആണ്. ആക്ച്വലി മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവൽ, ഈ ഒരു സോണിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് പിന്നെയും ഒരു കറക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ നിൽക്കുന്ന ഒരു രീതിയിൽ മൊമെന്റം ഭയങ്കര സ്ലോ മൊമെന്റം ആയിട്ടാണ് മാർക്കറ്റ് ഇവിടേക്ക് റീച്ച് ആവുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബിളി മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് വരാം. സോ ഇത് ഒരു പ്രഡിക്ഷനോ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, മാർക്കറ്റിന്റെ ബയാസ് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കൺഫർമേഷൻസും ഒക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മളത് ട്രേഡ്സിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഗോൾഡിലെ ഒരു അനാലിസിസ് നമുക്ക് ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇതാണ് 4 hourന്റെ ലാസ്റ്റ് ഉണ്ടായിരുന്ന സപ്ലൈ. അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് മാർക്കറ്റ്. ദെൻ അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇനി റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവല് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ലെവലാണ്. അപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് ഇവിടെ സ്മോൾ ടൈം ഫ്രെയിമിൽ ഒരു എത്രയോ 50 മിനിറ്റ്സിലൊക്കെ മുകളിലേക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തരുകയാണെങ്കിൽ മേ ബി ഈ സോണിൽ നിന്ന് മുന്നോട്ട് പോകും. അല്ല അവിടെ നിന്ന് പിന്നെയും കുറച്ചുകൂടി താഴോട്ട് വരികയാണെങ്കിൽ പിന്നെ റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അപ്പൊ ഇവിടെ നമുക്ക് വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് റിയാക്ഷൻ നോക്കിയിട്ടായിരിക്കും പിന്നെ നമ്മൾ തീരുമാനം എടുക്കുന്നത്. ദെൻ ഈ ലെവലിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണ്ടിന്യൂസ്ലി വരാനുള്ള സാധ്യതയും കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു സ്വിങ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ലെവൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രീമിയം സോണിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് വന്നാലും നമുക്ക് ഈ സോൺസ് ഒന്നും റിയാക്ട് ചെയ്തില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ്
താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബുള്ളിഷ് ആവാൻ സാധ്യതയുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോവാം, അല്ലെങ്കിൽ ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോവാം. അത് ആ സമയത്ത് നോക്കിയിട്ട് കൺഫർമേഷൻ സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അത് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ മുകളിലേക്കുള്ള എൻട്രി. അങ്ങനെ ശേഷം മുകളിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഈ സപ്ലൈയുടെ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് നമുക്ക് നോക്കാം. ഇനി അതും ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ പിന്നെ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പൊ ഈ ലെവൽസ് നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് ഇപ്പോഴും എന്റെ വ്യൂവിൽ ബെയറിഷ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യാനുള്ള സാധ്യത. അപ്പൊ ഇതാണ് ഗോൾഡിൽ ഇപ്പൊ നിലവിലുണ്ടായിരുന്ന വ്യൂ. ഇനി നമുക്ക് GBP JPYയിലേക്ക് പോവാം. അതിലെനിക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ക്ലിയർ പ്ലാൻ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. സോ നോക്കിക്കേ, ഇതാണ് GBP JPYയുടെ ഡെയിലി ചാർട്ട്. അപ്പോൾ ഈ ഒരു സോൺ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോണാണ്. ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്ന ഒരു സോണാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കൺഫർമേഷൻ കിട്ടണം. ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് പോകുന്ന ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് ഇവിടെ നിന്ന് ബുള്ളിഷ് ആവാനുള്ള ഏറ്റവും കൂടുതലുള്ള സാധ്യത. അപ്പോൾ ഫസ്റ്റ് തിങ് അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 4 hour ടൈം ഫ്രെയിം എടുത്തിട്ട് അതിലുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സപ്ലൈ വരുന്നത് ഈ റേഞ്ച് ആണ്. അപ്പോൾ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, മാർക്കറ്റ് വാച്ച് ചെയ്തിരുന്ന സമയത്ത് ആക്ച്വലി ഈ ക്യാൻഡില് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച സമയത്ത് ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, 4 hour ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആബ്സല്യൂട്ട്ലി മുകളിലോട്ടേക്ക് അപ്പൊ തന്നെ ഒരു എൻട്രി കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ബട്ട് അത് അവിടെ ക്ലോസ് ചെയ്തില്ല, അവിടെ നിന്ന് റിജക്ട് ചെയ്യാനുണ്ടായേ. അപ്പോൾ അഗെയിൻ അതിനുശേഷം ഒരു ക്യാൻഡിൽ ഇവിടെ ബുള്ളിഷ് ആയിട്ട് ഫോം ആയിട്ടുണ്ടായിരുന്നു. അതും മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ലൈക്ക് ഈ ഒരു റേഞ്ചിലാണ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് ഈ സോണിൽ നിന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് എൻട്രീസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ട് GBP JPYയിൽ ഒരു പ്രോപ്പർ എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഒരു പ്ലാനിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ദെൻ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, ഈ സോണിൽ നിന്ന് പിന്നെയും റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ട് വന്ന് ഈ സോൺ ബ്രേക്ക് ചെയ്ത് പിന്നെയും ഒരു ഫോള് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ വരാണെങ്കിൽ പിന്നെയും ഈ ഒരു GBP JPYയുടെ ഈ ഒരു മൊമെന്റം തന്നെ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട്. ഇത് നോക്കുന്ന സമയത്ത് GBP JPYയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവേഴ്സൽ സോൺ ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതാണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് യൂറോ USDയുടെ കാര്യം പറയുകയാണെങ്കിൽ, യൂറോ USDയിൽ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും മാർക്കറ്റിന് കണ്ടിന്യൂസ് മൂവ്മെന്റം തരാനുള്ള സാധ്യത, പോസിബിലിറ്റി. സോ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാത്തടത്തോളം ഞാൻ ഇവിടെ നിന്ന് താഴത്തോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിനെ. അപ്പൊ ഇവിടെ നിന്നൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഈ ഒരു ഡിമാൻഡിൽ നിന്ന് സപ്ലൈയിൽ നിന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 4 hourലൊക്കെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തോട്ടേക്ക് എൻട്രീസ് പോസിബിലിറ്റി ഉണ്ട്. അപ്പോ ഇവിടൊക്കെ ഇംബാലൻസ് ഉണ്ട്. മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഇത് ടേക്ക് ചെയ്യാനായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ഈ ഒരു ലെവലിലോട്ടൊക്കെ ആയിരിക്കും പിന്നെ മാർക്കറ്റ് വരുന്നത്. പിന്നെ അതിന് താഴെ നമുക്കൊരു എൻഗൾഫിംഗ് റീജിയൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ താഴത്തോട്ടേക്ക് വരുന്ന രീതിയിൽ എൻട്രീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ഡിസ്കോർഡിൽ പ്ലോട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോ ഇതാണ് നിലവിലുണ്ടായിരുന്ന നമ്മുടെ വ്യൂ. അതിനകത്ത് യൂറോ USD അതുപോലെ ഗോൾഡ് എന്ന് പറയുന്നത് ബെയറിഷ് വ്യൂ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ദെൻ GBP JPY എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. ഓഫ് കോഴ്സ് അങ്ങനെയാ വരുന്നത്, കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് കോറിലേഷൻ ആണ് GBP JPYയും ഗോൾഡ് അല്ലെങ്കിൽ യൂറോ USD തമ്മിൽ നോക്കുകയാണെങ്കിൽ. സോ ഇതാണ് ഈ ആഴ്ചത്തെ എന്റെ പ്ലാൻ ഉള്ളത്. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള മാർക്കറ്റിന്റെ മൊമെന്റം നോക്കിയിട്ടായിരിക്കും അതിന്റെ എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ കിടക്കുക. അഫ്കോഴ്സ് കൺഫർമേഷൻസ് വേണം, ഇല്ലാത്ത പക്ഷം നമുക്ക് അവിടെ എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും തന്നെ അടുത്ത ആഴ്ച നല്ല അടിപൊളി ആഴ്ച ആയിരിക്കട്ടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.